ജനവിധിയെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന ഉണ്ടാകണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടില്ല. ജനവിധിയെ പറ്റി LDF ആഴത്തിൽ പഠിക്കണം, പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തേണ്ടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും എത്തും. ഞാൻ പറഞ്ഞു ഇതില്ലല്ലോ, ഇതില്ല. ഇത്രയും കോടികളാകുമ്പോഴത്തേക്ക് ആ മഞ്ഞത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനിയില്ല, എല്ലാത്ത ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഭിമുഖങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. CPM-നൊപ്പം ഉറച്ചു നിൽക്കുകയാണ് CPM. അതൊരു കൃത്യമായിട്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം, ആണ് CPI രാഷ്ട്രീയം. CPM-നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയായിരുന്നു ഇതുവരെ CPI. അപ്പൊ ഈ തോൽവി CPI-ക്കും പറഞ്ഞല്ലോ. സംശയം എന്ത്? ഞാൻ തന്നെ പറഞ്ഞത് എല്ലാ കുറ്റങ്ങളും CPM-നും, CPI-ക്ക് ഒരു കുറ്റമില്ല. ആ നിലപാട് CPI-ക്കില്ല. ഈ പരാജയത്തിൻ്റെ പാഠങ്ങൾ CPI-യും CPM-ഉം പഠിക്കണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നിലവിലെ CPM-ന്റെ കൂട്ടി CPI-ക്ക് അസംതൃപ്തി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവന. അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ അതിലൊരു ക്ലാരിറ്റി അതൊന്നും എന്റെ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിയും. അത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ വീണ്ടും വായിക്കുക. കാലാവസ്ഥയെ പറ്റി പറയാം. അതൊക്കെ ഉചിതമായ സമയത്ത് പറയാൻ CPI-ക്ക് അറിയാമല്ലോ. CPI-ക്ക് ഒരു രാഷ്ട്രീയ പക്വതയുണ്ട്. ഈ CPM CC-ലടക്കം ഭയങ്കര വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. നിങ്ങൾക്കറിയില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടക്കുകയെന്നറിയാം. കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ കമ്മ്യൂണിക്കെ വഴി ചോദ്യം വന്നേക്കാം. ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ പഠിക്കും. സഹോദര പാർട്ടിയായ CPM-ന്റെ കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഞങ്ങളെല്ലാ ഗൗരവത്തോടും കൂടി ആ കമ്മ്യൂണിക്കെ പഠിക്കും. സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയും CPI-ക്കും എനിക്കറിയില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി സർക്കാരിനെ പറ്റി പറയുന്നത് എനിക്കറിയില്ല. അത് കമ്മ്യൂണിക്കെ പറയുന്നതട്ടെ. ജനങ്ങളെ ഇതിനപ്പുറം ഒന്നും പറയുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് പറയേണ്ട രാഷ്ട്രീയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് ഒരു വാക്കുകൂടി ഇതിനപ്പുറം ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ആ പ്രസ്താവന വീണ്ടും വായിക്കുക. ഒരു മാധ്യമപ്രവർത്തക സംശയം വേണ്ട. എല്ലാ മാധ്യമപ്രവർത്തകരോടും എല്ലാ കാലത്തും കാണിക്കേണ്ട സ്നേഹം കാണിച്ചിട്ടുണ്ട്. ആരോട് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ശ്രമിക്കണം. സോർ പി ജയരാജനെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ മകനിലേക്ക് ഒരു ആരോപണം ഉയരുമ്പോൾ അത് ഘടകകക്ഷി എത്ര മിനിറ്റ് നമ്മൾ അറിയാം, എത്ര മിനിറ്റ് അറിയും. നീ വല്ലതും പറയുമോ? പറയുന്നു. ശരി, ഈ തിരുത്തലിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണോ LDF-ന്റെ മൊത്തം പ്രവർത്തന ശൈലിയാണോ മാറേണ്ടത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ പ്രസ്താവന കൊണ്ട് വായിക്കുക. ശരി, ഞാൻ നാളെ മറ്റേ 2-ാം തീയതി പോകും. LDF-ലേക്ക് UDF-ലേക്കുള്ള പക്ഷേ കഴിഞ്ഞല്ലോ. മനസ്സിലാക്കി തിരിച്ചു. ഞങ്ങൾ കുടുംബകാര്യം പറയാം.